ഒരിക്കലൊരു ചെറുപ്പക്കാരൻ ദീർഘദൂര യാത്ര കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ യാത്രയുടെ ഇടയിൽ തനിക്ക് ഒരു കാടിനകത്തുകൂടെ യാത്ര ചെയ്യണമായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ കാടിനകത്തേക്ക് പ്രവേശിച്ചു. ദീർഘമായ യാത്ര ആ മനുഷ്യനെ ഒത്തിരി ക്ഷീണിതനാക്കിയിരുന്നു. അങ്ങനെ ആ കാടിനകത്ത് താൻ കണ്ട ഒരു അരുവിയിലേക്ക് ആ ചെറുപ്പക്കാരൻ പോയി തൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി താനൊന്ന് ഫ്രഷായി തൻ്റെ യാത്ര തുടരാൻ ആഗ്രഹിക്കുമ്പോൾ അവിചാരിതമായി ആ അരുവിയുടെ സൈഡിൽ കിടക്കുന്ന മനോഹരമായ കുറച്ച് കല്ലുകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു ആശയം തോന്നി. തൻ്റെ യാത്രയുടെ വിരസത മാറ്റാൻ ആ മനുഷ്യൻ ആ കല്ലുകളെല്ലാം ശേഖരിച്ച് തൻ്റെ സഞ്ചിയിലേക്ക് ഇട്ടു. എന്നിട്ട് താൻ യാത്ര തുടങ്ങിയപ്പോൾ ഓരോ കല്ലുകളായി പുറത്തെടുത്ത് അടുത്ത് കണ്ട മരച്ചില്ലകളിലേക്ക് എറിഞ്ഞു. ഓരോ കല്ലുകൾ വന്നു വീഴുമ്പോഴും ആ മരച്ചില്ലകളിൽ ഇരിക്കുന്ന പക്ഷികൾ പറന്നു പോകുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിനൊരു സന്തോഷം തോന്നി. അങ്ങനെ ആ യാത്രയുടെ വിരസത അദ്ദേഹത്തിന് മാറിക്കിട്ടി. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ആ കാടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന അവസാനത്തെ കല്ല് തൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. ആ അവസാനത്തെ കല്ല് താൻ എറിഞ്ഞു കളയുവാൻ ഭാവിക്കുമ്പോൾ ദൂരത്ത് നിന്ന് ഒരു വയോധികൻ വരുന്നത് ആ മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വയോധികന് താൻ പോകേണ്ടുന്ന വഴിയെക്കുറിച്ച് അറിയണമായിരുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വയോധികൻ വന്ന് കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിലിരിക്കുന്ന കല്ലിലേക്ക് അവിചാരിതമായി ആ വയോധികൻ്റെ ശ്രദ്ധപ്പെട്ടു. അദ്ദേഹം പെട്ടെന്ന് ആ കല്ല് തൻ്റെ കയ്യിലേക്ക് വാങ്ങി. ആ കല്ലിന് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ആ വയോധികൻ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കല്ല് കിട്ടിയത്? ആ ചെറുപ്പക്കാരൻ തൻ്റെ കഥ മുഴുവനും ആ വയോധികനോട് പറഞ്ഞു. താൻ കാടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ക്ഷീണം തോന്നിയതും ആ അരുവിയിൽ പ്രവേശിച്ചതും അരുവിയിൽ നിന്ന് കിട്ടിയ കല്ലുകളാണിത് എന്നും ബാക്കി കല്ലുകളെല്ലാം താൻ എറിഞ്ഞു കളഞ്ഞു എന്നുമുള്ള തൻ്റെ കഥ ആ വയോധികനോട് പറഞ്ഞവസാനിക്കുമ്പോൾ ആ വൃദ്ധൻ ആ കല്ല് തിരികെ നൽകിക്കൊണ്ട് ചിരിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണെന്ന്? ഞാനൊരു രത്നവ്യാപാരിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴിരിക്കുന്ന കല്ല് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ കല്ലുകളിലൊന്നാണ്. ഇത് പറഞ്ഞിട്ട് ആ വൃദ്ധൻ തൻ്റെ വഴിക്ക് പോയി. ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിനകത്ത് ഒരേ സമയവും സന്തോഷവും സങ്കടവും ഉണ്ടായി. തനിക്ക് ഇത്രയും വില കൂടിയ കല്ലുകൾ കിട്ടിയിട്ടും അതെല്ലാം താൻ എറിഞ്ഞു കളഞ്ഞല്ലോ എന്ന സങ്കടം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുണ്ടായപ്പോൾ ഒരു കല്ലെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്ന സന്തോഷവും തൻ്റെ ഹൃദയത്തിലുണ്ടായി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലേക്ക് പോയി. പ്രിയരെ, ദൈവം നമുക്ക് നൽകുന്ന സമയങ്ങൾ ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിലിരിക്കുന്ന കല്ലുകൾ പോലെയാണ്. നമുക്ക് ലഭ്യമായ ഓരോ മണിക്കൂറുകളും അതുപോലെ വിലയുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ആ സമയത്തെ പ്രയോജനപ്പെടുത്താം. അല്ല എങ്കിൽ ആ ചെറുപ്പക്കാരൻ എറിഞ്ഞു കളഞ്ഞതുപോലെ നമ്മുടെ സമയത്തെയും നമുക്ക് എറിഞ്ഞു കളയാം. ആ സമയത്തെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹത്തിലേക്ക് അത് നയിക്കുവാനിടയാകും. നഷ്ടപ്പെട്ടു പോയ സമയത്തെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മുടെ മുമ്പിൽ ലഭ്യമായ സമയങ്ങൾ എങ്ങനെ ദൈവമഹത്വത്തിനായും നമ്മുടെ അനുഗ്രഹത്തിനായും പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ആരംഭമുണ്ടാകുകയാണ്.